ഉണ്ടാക്കാം കേട്ടോ. അയില നന്നാക്കിയിട്ട് വരട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. സുർക്കയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂട്ടിയിട്ട് മീൻ നമുക്കൊന്ന് പൊരിക്കാൻ തേച്ച് വെക്കാം. ഇത് നമുക്ക് നന്നാക്കി കൂട്ടാൻ പറ്റുക. പക്ഷെ ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാക്കട്ടെ കേട്ടോ. കുക്കാനുള്ള വെള്ളം കേട്ടോ കുക്കറിൽ നമുക്ക് അടുപ്പത്തേക്കിടെ മൂടി വെച്ച് ഇനി ഒരതിങ്ങനെ ഇത് വരില്ലേ, വിസിൽ വരുമ്പോൾ ആവി വരുമ്പോൾ വെയിറ്റ് ഇടുക. വെയിറ്റ് ഇട്ടിട്ട് 7 മിനിറ്റ് വെയിറ്റ് ഇട്ട് സിമ്മിലാക്കി വെച്ചിട്ട് 7 മിനിറ്റ് കഴിയുമ്പോൾ അത് ഓഫാക്കുക. ഓഫാക്കിയിട്ട് നമുക്ക് വടിക്കാം കേട്ടോ. ഉള്ളി ഇഞ്ചി, ഇതെൻ്റെ സ്വന്തം ഞാൻ കൃഷി ചെയ്തുണ്ടാക്കിയ ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ 2 മാർക്ക് തന്നെ കേട്ടോ. അതിലേക്ക് പുളിക്കൊരു മാങ്ങ കേട്ടോ. മാങ്ങയിട്ടാണ് അയലക്കറി വെക്കാൻ പോണേ. എന്നാലേ കൂട്ടാൻ പറ്റണ്ടേ. ചീരയൊക്കെ പുഴുത്ത് സുഹൃത്തുക്കളെ അറിയുന്നുണ്ട. ഞങ്ങൾക്ക് തീ സിമ്മിലാക്കണം. സിമ്മിലാക്കിയിട്ട് 7 മിനിറ്റ് വേവിച്ച് 7 മിനിറ്റ് കഴിയുമ്പോൾ തീ ഓഫാക്കി തനിയെ തണുത്ത് കഴിയുമ്പോൾ ഇറക്കി വടിക്കണം. അപ്പോൾ ചോറ് വന്നിട്ട് ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, അത്ര മഞ്ഞൾപ്പൊടി, മുളക് പൊടി അത്ര മതി, ഉപ്പ്, വെള്ളം കഴിഞ്ഞ് തിളക്കട്ടെ കേട്ടോ. തിളച്ചൊരുതം വറ്റി വരുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. തിളക്കട്ടെ. തേങ്ങാപ്പാൽ എടുക്കട്ടെ നമുക്ക്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തിളപ്പിക്കാം നമുക്കപ്പോൾ. അങ്ങനെ റെഡിയാവും. തിളച്ച് വേവട്ടെ കേട്ടോ. ഇങ്ങനെയുണ്ട്. ഇതാണ് നമ്മുടെ അയലക്കറി. മാങ്ങ കഷ്ണങ്ങൾ, വേപ്പില, അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു മിനിക്കോണി വേപ്പില ഞെരിച്ചിട്ടിട്ടാ. അത് പറയാൻ മറന്നു പോയിട്ടാ. അപ്പോൾ ചോറും മീൻകറിയൊക്കെ കഴിക്കാനായിട്ട് പള്ളിയിൽ പോയ ഒരാൾ വന്നിരിക്കുന്നത് കണ്ടോ? ഇൻഷാ അല്ലാഹ്. മതി.